ഹായ് ഡിയേഴ്സ്, ഇന്നൊരു തുടർക്കഥയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ സോമവാർപ്പെട്ട് പോയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെയല്ല, തൊട്ടടുത്ത വഴിയിൽ കൂടി പോകുമ്പോൾ ചേച്ചിമാരൊക്കെ രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്ന സൈഡിലേക്കാണ് നമ്മൾ ആദ്യമേ വന്നത്. അപ്പോൾ അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ചെടികളൊക്കെയാണ്. പിന്നെ ദേ എൻ്റെ കണ്ണിലൊടക്കിയത് ഈ ഒരു ഓറഞ്ച് ആമ്പലാണ്. അതിനോടടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന വയലറ്റ് ആമ്പലും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വഴി ധാരാളം പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിനുവേട്ടന് ഇറങ്ങി പേരക്കയൊക്കെ പറിച്ചതായി. ഇത്രയും പേരൊക്കെ ഞാനും വിനുവേട്ടനും കൂടി പറിച്ചെടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ ബാലിമല ഇറങ്ങുന്ന പോലെ ഇറങ്ങി പോകുന്നതാണ് ഈ കാണുന്നത്. ഈ കൊടുംവേനലിലും വെട്ടാത്ത വലിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പെട്ടെന്ന് സൈഡിലോട്ട് പോകാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ അതാ കുട്ടികളുടെ ഫോട്ടോസ് എടുത്തു. ഞാനും വിനുവേട്ടനും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കൂർഗിലോട്ടാണ് പോയത്. നമ്മുടെ സൈറ്റ് കൂർഗിൽ റിസോർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അഴയെ വിരിച്ചിട്ട് വെക്കുന്ന തുണിയിലൊക്കെ ആയിരിക്കും കണ്ണുടക്കിയേക്കണം. അങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ കൂടി നോക്കി നമ്മുടെ സൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-2 റിസോർട്ട് ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ ഹിന്ദിക്കാരൻ പയ്യൻ കയറി ഏട്ടനോടൊപ്പം അളവെടുക്കുന്നതാണ്. അപ്പം ഞാനും മക്കളും അവിടെയൊക്കെ പരിധി നടന്നപ്പോഴേക്കും പണ്ട് നമ്മുടെ വേലിയുടെ അടുത്തൊക്കെ നിൽക്കുന്ന ഈ ഒരു ചെടി വർഷങ്ങൾക്ക് ഇപ്പുറം കൂർഗിലാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുട്ട എടുത്തിട്ട് കൈക്കിട്ട് ഇങ്ങനെ ഞെക്കുമ്പോഴേക്കും ടക്ക് ടക്ക് ഒച്ച കേട്ടത് പൊട്ടു കേട്ടോ, പടക്കം പൊട്ടണ പോലെ. അങ്ങനെ ഒരു അല്പനേരം ഞാൻ നൊസ്റ്റൂലൊക്കെ പോയി. അപ്പോഴേക്കും ഏട്ടൻ്റെ വർക്കൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് തിരിക്കാനിരുന്നപ്പോഴേക്കും അവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓറഞ്ചൊക്കെ പാകമായി വരുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, അടിപൊളി ചെടിയാണ്. നല്ല ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. ഉണങ്ങി കഴിയുമ്പോഴും ഇത് ചെണ്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വെച്ചപ്പോഴേക്കും നമ്മുടെ റോക്കി ബോയുടെ ഫുഷ്ക അടിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ മീതെ തണുപ്പിക്കാനായിട്ട് ഓരോ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും വേണ്ടും കോർണറ്റോ കഴിച്ചു. അക്കു ചോക്കോ ബാറും അത് ആ കപ്പിൽ ഐസ്ക്രീമും കഴിച്ചു. അക്കു എൻ്റെയും കൂടെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരുന്ന വഴിക്കാണ് നമ്മൾ രാവിലെ പറിച്ച പേരക്കയൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോഴേക്കും കൃഷിയോട് കൃഷിയാണ്. തെങ്ങ്, മാവ്, കവുങ്ങ്, അങ്ങനെ വേണ്ട പ്ലാവ്, ചക്ക, തക്കാളി ഇതൊക്കെ കണ്ട് വന്നപ്പോഴേക്കും വഴിയിൽ എല്ലായിടത്തും നാളികേരം കയറ്റിക്കൊണ്ട് പോകണം. നാളികേരമുള്ള കരിക്കാണ് കേട്ടോ, കരിക്ക് കൊണ്ട് പോകുന്ന വണ്ടിയാണ്. പിന്നെ ഈ ബേരിയ ബോർഡ് കണ്ടപ്പോഴേക്കും നമ്മുടെ റോക്കി ബാനിയാണ് എനിക്ക് ഓർമ്മ പോകുന്നത്. അങ്ങനെ KSRTC ബസ്സൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇവിടെയും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അവിടുത്തെ അത്രയും ഇല്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മളിതേ തിരക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്ന് നമ്മൾ റൂമിലോട്ട് പോകുന്നത് വഴിയിട്ട് നൈറ്റിലത്തെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരെത്തി. ബാക്കി വിശേഷം ഇതിൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.